യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാട്ടിയതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടതിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ തിരുക്കർമ്മങ്ങൾ നടന്നു. അന്ത്യത്താഴവേളയിൽ എളിമയുടെ സന്ദേശം പകർന്ന് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ വൈദികർ 12 പേരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. വിവിധ ഇടവകകളിൽ നടന്ന പാദക്ഷാളന ശുശ്രൂഷകളിലും പ്രത്യേക ദിവ്യബലികളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കുരിശുമരണം വരിക്കുന്നതിനു മുൻപായി അപ്പവും വീഞ്ഞും തന്റെ ശരീരവും രക്തവുമായി വാഴ്ത്തി ശിഷ്യന്മാർക്ക് പങ്കിട്ടു നൽകിയതിന്റെ സ്മരണയിലാണ് പെസഹ ആചരിക്കുന്നത്. ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പക്കിൽ നേതൃത്വം നൽകി. കാൽകഴുകൽ ശുശ്രൂഷയുടെ ലാളിത്യത്തെക്കുറിച്ചുള്ള സന്ദേശവും അദ്ദേഹം നൽകി. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും വികാരി ഫാദർ സെബാസ്റ്റ്യൻ പൂത്തേൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കെ ചേരി, മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഷിൻഡോ പുലിക്കുഴിയിൽ, നിലമ്പൂർ ജോസ്ഗിരി സെന്റ് ജോസഫ് മലങ്കര ദേവാലയത്തിൽ ഫാദർ തോമസ് ചപ്രത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ദുഃഖവെള്ളി ദിനത്തിൽ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് പെരുവമ്പാടത്തേക്ക് കുരിശിന്റെ വഴിയും നടക്കും. പെസഹ ദിനത്തിൽ രാത്രി ക്രൈസ്തവ വീടുകളിൽ അപ്പം മുറിക്കൽ ചടങ്ങും നടത്താറുണ്ട്. ഞായറാഴ്ച ഉയിർപ്പ് തിരുനാളായ ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിനും 50 നോമ്പിനും സമാപനമാകും. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, വാ versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.